മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് നീ തിരികെ ചേരും എന്ന് എല്ലാ കവികളും പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ബൈബിളും അങ്ങനെ തന്നെയാണ്. അതിനേക്കാളും കുറച്ചുകൂടെ കട്ടി കൂട്ടിയാ പറഞ്ഞേക്കുന്നത്, അല്ലേ? മനുഷ്യ, നീ പൊടിയാകുന്നു, നീ വെള്ളിയിലേക്ക് തിരികെ ചേരും എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ വെച്ച് സന്തോഷിക്കാൻ ഭാഗമുണ്ടായിരുന്നു. അല്ലെ പറയണം, നീ മണ്ണാകുന്നു, നീ സ്വർണത്തിലേക്ക് തിരികെ ചേരും. അങ്ങനെയും പറഞ്ഞില്ല, അല്ലേ? നീ മണ്ണാകുന്നു, നീ വലിയൊരു കോൺക്രീറ്റ് വീടായി മാറും, അങ്ങനെയും പറഞ്ഞില്ല. ശ്രദ്ധിച്ചേ, മനുഷ്യ, നീ മണ്ണാകുന്നു, നീ പൊടിയാകുന്നു. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ്. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നത് കൊണ്ട് തിരികെ ചേരുവോളം, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വേർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. മണ്ണിന്നെടുത്തതാ സത്രം. മണ്ണായത്, മണ്ണ് സത്രം. വിണ്ണിലേക്ക് പോകാൻ ഈ മണ്ണ് പറ്റിയല്ല. അതിന് വേറൊരു ശരീരം ദൈവം നമുക്ക് നൽകും. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോഴുള്ള ആ ശരീരം. മണ്ണിനെടുത്ത ഈ ശരീരം മണ്ണിൽ തിരികെ ചേരും. അതിന് ടൈം നമുക്കറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുവാദം കൂടാതെ നടക്കുന്ന 2 കാര്യമാണ്. ഒന്ന് ജനനം, മറ്റൊന്ന് മരണം. ജനനത്തിന് നമ്മുടെ ആരുടെ അനുവാദം ആവശ്യമില്ല. അങ്ങനെ അനുവാദം ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ വല്ല കൊട്ടാരത്തിലേ ജനിക്കുള്ളായിരുന്നല്ലേ. ഞാൻ ആ കൊട്ടാരത്തിൽ ജനിക്കട്ടെ, ഞാൻ ഈ കൊട്ടാരത്തിൽ ജനിക്കട്ടെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. മരണം അതുപോലെ തന്നെ ഏത് സമയമാണ് നമുക്കറിയത്തില്ല. ആരോഗ്യ ദൃഢഗാത്തന്മാരായ ആളുകൾ നിമിഷ നേരം കൊണ്ട് കുഴഞ്ഞു വീണ് മരിക്കുക. ഒരാരോഗ്യ പ്രശ്നമില്ലാത്തവൻ പെട്ടെന്നാണ് ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. മെഡിക്കൽ സയൻസ് ഇന്ന് വരെ മനുഷ്യന്റെ ജീവൻ അവന് മടക്കി കൊടുക്കാൻ ഒരു സംവിധാനം കണ്ടുപിടിച്ചിട്ടില്ല. അവിടെ അവര് പരാജയത്തിൽ നിൽക്കുക. പരാജയമല്ല, അവർക്ക് കഴിയില്ല. സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങൾ തിരിച്ചറിയണം, ഈ ശരീരത്തിൽ നമ്മളെ എത്ര മോടി പിടിപ്പിച്ചാൽ, യൗവനം നിലനിർത്താനുള്ള ഗുളികകൾ കഴിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ ശരീരം മണ്ണിലേക്ക് പോകാൻ ഒന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്, അല്ലെങ്കിൽ നിങ്ങളുടെ മരണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്നിനെ നിങ്ങൾ അഭിമുഖീകരിച്ചേ പറ്റൂ. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ യേശു മടങ്ങി വരുമെന്നുള്ള വിശ്വാസമുള്ള ആളാണ്. കാരണം ഇനി നിറവേറേണ്ടതിന് വേണ്ടി ബൈബിൾ ഒരു പ്രവചനം ശേഷിക്കുന്നില്ല എന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പൊടിയിലേക്ക് തിരികെ ചേരാനുള്ള ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ എത്ര ഭവ്യതയോടെ വേണം ജീവിക്കാൻ. സ്നേഹിക്കുന്ന കാര്യത്തിൽ മറ്റൊരുവനെ, കരുതുന്ന കാര്യത്തിൽ കുഞ്ഞുങ്ങളെ. സ്തോത്രം. നമ്മൾ എത്രത്തോളം താഴേക്ക് വരണം, അല്ലേ? സ്തോത്രം. പൊടിയാണ്, വെറും പൊടി. നമ്മളെ ആരെങ്കിലും പൊടി എന്ന് വിളിച്ചാൽ നമുക്ക് ഇഷ്ടമാണോ? എവിടെ ഇഷ്ടം? നമ്മൾ സംതിങ് എന്ന് പറഞ്ഞാലേ നമുക്ക് ഇഷ്ടമുള്ളൂ. സ്തോത്രം. എന്നാ രാവിലെ സമയം ഞാൻ നിങ്ങളോട് പറയുകയാണേ, ആ പുതപ്പം മൂടിക്കിടക്കുന്ന ഞാൻ നിങ്ങളോട് പറയുക, പൊടി ആ പുതപ്പിനകത്ത് നിന്ന് പുറത്തേക്ക് വാ. സ്തോത്രം. ഞാൻ നിങ്ങൾ പൊടി, ഒരു എന്താ പറയാ, ഒരു കട്ടിയുള്ള മണ്ണ് പോലും നമ്മളെ വിശേഷിപ്പിച്ചില്ല, വെറും പൊടിയാക്കി. കല്ലെന്നെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ ചിലർക്ക് ഇച്ചിരി സമാധാനമായേനല്ലേ. ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ ഭയങ്കര സെറ്റപ്പാന്ന് അല്ലേ ചിലർ പറയുന്നേ. പക്ഷെ ആ ഒരു കല്ല് പോലും ആയിട്ട് പറഞ്ഞില്ല, നിങ്ങളെ കുറിച്ച്, എന്നെ കുറിച്ച് പറഞ്ഞില്ല. ആ പൊടിയാക്കി. എന്താ അല്ലേ എന്റെ പ്രിയരെ, നമുക്ക് എന്നെ അഹങ്കരിക്കാനുണ്ട്? പൊടിയിലേക്ക് തിരികെ ചേരേണ്ട. കുറച്ചുകൂടെ പറഞ്ഞാൽ നിങ്ങളുടെ ആ സെമിത്തേരി എവിടെയാ? ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് പറയണം. ഞങ്ങളുടെ സെമിത്തേരി വിമലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വിമലഗിരിക്ക് പോകുന്ന വഴിക്കാണ് ഞങ്ങളുടെ സെമിത്തേരി.
അപ്പൊ ഞാൻ പറയുവാണ് ഇങ്ങനെ പറയേണ്ടത്. എങ്ങനെ പറയേണ്ടത്? വിമലഗിരിയിലെ ആ കാട്ടിനകത്ത്, ആ മണ്ണിനകത്ത് ഒരു പൊടിയാ ഞാൻ. കണ്ട, ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കണം? വിമലഗിരി കാട്ടിലെ ആ സെമിത്തേരിക്കകത്തെ ഒരു മണ്ണ്. അവിടെ തീരണ്ട, അവിടെ തീരാനുള്ളതാ. എന്നാൽ കർത്താവ് വന്നാൽ, കർത്താവിന്റെ പ്രത്യക്ഷത ഉണ്ടായാൽ, പ്രൈസ് ദി ലോർഡ്, എന്റെ ഈ മണ്ണായ ശരീരത്തിൽ നിന്ന് ഞാൻ ട്രാൻസ്ഫോം വന്ന് രൂപാന്തരപ്പെട്ട് എന്റെ ശരീരം മാറുന്നു. ഞാൻ ക്രിസ്തുവിനോട് ചേരുന്നു. ആ ക്രിസ്തുവിനോട് കൂടെ ചേരുന്ന ആ ശരീരം, അത് രൂപാന്തരപ്പെട്ട ശരീരം. എന്റെ പ്രിയരെ, ആ ശരീരം പ്രാപിക്കാൻ എന്താ ഒരു വഴി? അതാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും പാപവഴികളോട് ഗുഡ് ബൈ പറഞ്ഞ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ നിമജ്ജന സ്നാനം, മുഴുകൽ സ്നാനം, മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും കൃപകളും അഭിഷേകവും പ്രാപിച്ച് പാപത്തോട് വേർപെട്ട ജീവിതത്തിൽ ക്രമീകരണം വരുത്തി ദിനംപ്രതി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് വിശുദ്ധിയോടെ വേർപാടോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്കാണ് ഈ രൂപാന്തരപ്പെട്ട ശരീരം കിട്ടുക. അല്ലാതെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റുന്ന സാധനമല്ല. ഇത് കിട്ടണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തീരുമാനിക്കണം. മരിച്ചതിന് ശേഷം നിങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടുത്താൻ എന്നെ കൊണ്ട് ഒരു നിർവാഹവുമില്ല. ദയവ് ചെയ്ത് ക്ഷമിക്കണം. നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. അതാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവർ എഴുതിയ പുസ്തകത്തെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ഈ പുസ്തകത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. സത്യവേദ പുസ്തകം 66 പുസ്തകം അടങ്ങിയ ഒരു ഗ്രന്ഥ സമാഹാരം. കുറച്ചുകൂടെ പറഞ്ഞാൽ സത്യവേദ പുസ്തകം, വിശുദ്ധ വേദപുസ്തകം. വിശ്വസിക്കുക, അനുവർത്തിക്കുക. അങ്ങനെയെങ്കിൽ രൂപാന്തരപ്പെട്ട ശരീരം പ്രാപിക്കാൻ കഴിയും. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോവുക. അങ്ങനെയെങ്കിൽ ദേവദാസനെ ഞാൻ ഇന്നു മുതൽ അതിനൊരു ശ്രമം നടത്താൻ പോവുക എന്നാണോ നിങ്ങളുടെ ഹൃദയത്തിൽ പറയുന്നത്? എങ്കിൽ ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. കളിച്ചോ. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഈ വാത്സല്യം നമ്മളെ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ഹൃദയത്തിനകത്തെ ചിന്തകൾ പലപ്പോഴും അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആത്മീയ വിഷയങ്ങളിലാണ്. എന്ത് ചെയ്താൽ, എങ്ങനെ ചെയ്താൽ, എങ്ങനെ ജീവിച്ചാൽ എനിക്ക് കർത്താവെ അങ്ങനെ രാജ്യത്ത് പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഭാരം അവരുടെ ഉള്ളിലുണ്ട്. എന്നാൽ ദിനംപ്രതി വചന വായനയിലൂടെയും അനുവർത്തിക്കേണ്ട ദൈവിക വിഷയങ്ങളെയും സംബന്ധിച്ച് നല്ലൊരു ഗ്രാഹ്യം അവരുടെ ഹൃദയത്തിനകത്ത് കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയ ഹൃദയം തുറന്നവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹമായി തീരട്ടെ. പകൽ അവർക്ക് നന്മയ്ക്കാക്കി തരണമേ. സൂക്ഷിക്കണം. പ്രാർത്ഥന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, നിങ്ങൾ പൊടിയാണെന്ന് ഞാൻ പറഞ്ഞു. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ ഈ പ്രഭാഷണം പൂർത്തിയായില്ല. നിങ്ങൾ പൊടിയാണെങ്കിലും നിങ്ങൾ ക്രിസ്തുവിന് ശ്രേഷ്ഠനും മാന്യനുമാണ്. ആ കാര്യം നിങ്ങൾ മറക്കരുത്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.